ഹായ് ഗായ്സ്, എനിക്ക് കിട്ടിയ എട്ടിൻ്റെ പണി ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇന്നലെ ഞായറാഴ്ച ആയിട്ട് ഞാൻ വൈകിട്ടാണ് വീട്ടിലേക്ക് വന്നത്. വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ ഞാൻ അവിടെ നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു പ്രശ്നങ്ങളൊന്നും കണ്ടിരുന്നില്ല. പിന്നെ ഇന്ന് രാവിലെ ഞാൻ വന്ന് നോക്കുമ്പോഴായിരുന്നു അച്ഛൻ ഇന്നലെ ഇവിടെ വാഴ ഉണ്ടായിരുന്നു. ആ വാഴ ഇന്നലെ കുലച്ച വാഴയായിരുന്നു, അതൊന്ന് ജസ്റ്റ് ഒന്ന് വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഴ വെട്ടിയോണ്ട് കുഴപ്പമുണ്ടായില്ല, വാഴ എങ്ങനെ ചതിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നോക്കുമ്പോൾ വാഴ വെട്ടിയ സമയത്ത് വാഴ വന്ന് നേരെ ഫ്രിഡ്ജ് ബോക്സിലേക്ക് വീണു. ഫ്രിഡ്ജ് ബോക്സിന് അത്യാവശ്യം ഡാമേജ് പറ്റിയിട്ടുണ്ട്. കൊലയാണ് വന്ന് വീണെന്ന് തോന്നുന്നുണ്ട്. എന്താ ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോലയുടെ കറ വന്ന് ഇതിലേക്കാണ്ട് വീണു. ആ കറ കാരണം എല്ലാ മീനും ഗോൺ, ഒന്നും പറയാനില്ല. നമുക്കിവിടെ പർപ്പിൾ ബെറി ഡ്രാഗണിൻ്റെ ഒരു 30-ഓളം പേഴ്സ് ഉണ്ടായിരുന്നു. 30-ഓളം പേഴ്സാണ്, ഒരു 60 പീസോളം ഉണ്ടായിരുന്നു. അപ്പോൾ അത് മൊത്തം അങ്ങോട്ട് കാണാനില്ല. രാവിലെ വന്ന് നോക്കുമ്പോൾ കുറച്ചെങ്കിലും മറ്റേ ഡെത്തായി കിടക്കുന്ന കുറേ എണ്ണത്തിനെ കാണാനുണ്ടായിരുന്നു. ഇപ്പോൾ വന്ന് നോക്കുമ്പോൾ ആകെ കൂടി ഒരെണ്ണത്തിനെ കാണാനുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമ്മുടെ ആപ്പിൾ സ്നൈലില്ലന്മാർ എല്ലാം കഴിച്ച് തീർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഫ്രിഡ്ജ് ബോക്സിലൊന്നും തന്നെ ഇല്ല. ഇനിയിപ്പോൾ അത് ക്ലീൻ ആക്കുക എന്നല്ലാതെ വേറെ വഴിയില്ല. പുതിയതായിട്ട് ഇനി പർപ്പിൾ ബെറി ഡ്രാഗൺ ഉണ്ടായിട്ട് വേണം. അതിന് ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത് ബ്രൂഡ് സ്റ്റോക്ക് ഉണ്ട്, തൊട്ടപ്പുറത്തുള്ള തന്നെ നമുക്ക് ബ്രൂഡ് സ്റ്റോക്ക് ഉണ്ട്, പിന്നെ കുഞ്ഞുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അതിനിയൊന്ന് സെറ്റായി വന്നാലേ അടുത്ത പർപ്പിൾ ബെറി ഡ്രാഗണിൻ്റെ പേഴ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആവുള്ളൂ. കുറച്ച് നല്ല പേഴ്സാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. അതിന് ഇത് എടുത്ത് നോക്കിയിട്ടൊക്കെ വേണം കാണണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇനിയിപ്പോൾ അതിൽ അത്യാവശ്യം കുഞ്ഞുങ്ങളുണ്ട്. അതിപ്പോൾ സൂം ചെയ്ത് കഴിഞ്ഞാൽ അത് ഓടിപ്പോകുന്നുണ്ട്. അത്യാവശ്യം കുഞ്ഞുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവർ സെറ്റായതിന് ശേഷം മാത്രമേ അടുത്തത് സെറ്റാവത്തുള്ളൂ. ഇനിയിപ്പോൾ എന്തായാലും ഈ ഇത് വെച്ചിട്ട് കാര്യമില്ല. അതെന്തായാലും നമുക്ക് വെള്ളം ഫുള്ളായി കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് നമ്മുടെ സൈഫണുണ്ട്. സൈഫൺ ഇവിടെ നമ്മൾ ഫാമിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കുന്നുണ്ട് കേട്ടോ. കുറച്ചധികം ഫിഷസിനൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ പുതിയതായിട്ട് വന്ന ഫിഷസ് 1 by 1 നമ്മൾ വീഡിയോസൊക്കെ എടുത്ത് കാണിക്കും. ഇപ്പോൾ അതിലെ വെള്ളം നമുക്ക് ഇപ്പം ഒന്ന് കളയാം. അതിന് ശേഷം ആദ്യം പൂത്തി നമുക്ക് ഫുള്ള് റീസെറ്റ് ചെയ്തിട്ട് ഇതാക്കാം. നമുക്ക് അവിടേക്ക് കളയുന്നില്ല, ഞാൻ ഈ പിറകിലോട്ട് കളയാം. ഓക്കെ, എന്തായാലും സൈഫൺ വഴി അങ്ങോട്ട് പോട്ടെ. ഇപ്പം എന്തായാലും ഇത് നീ നോക്കിയിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. വെള്ളം എന്തായാലും നമ്മൾ കളയാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത എന്താ പണി എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. വെള്ളം എന്തായാലും ഇപ്പോൾ ഇതാ പോകുന്നുണ്ട്. ഇനി എന്തായാലും പോട്ടെ, ഫുള്ളായിട്ട് കാലിയായിട്ട് കിട്ടും. ഇനി അതിന് ശേഷമാണ് അത് ക്ലീൻ ചെയ്യാൻ. ക്ലീൻ ചെയ്തിട്ട് ബാക്കി പരിപാടികളിലേക്ക് കിടക്കാം. പിന്നെ നമുക്ക് അതിൽ മാത്രമല്ല കേട്ടോ, ഇപ്പുറത്തൊരു ഫ്രിഡ്ജ് ബോക്സും ഉണ്ട്. അതും ഈ പറഞ്ഞ പോലെ ഒരു പ്രാവശ്യം കവുങ്ങുന്ന് വീണതാണ്. നമ്മുടെ ഇത് കവുങ്ങും തോപ്പിലായതുകൊണ്ട് ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഇടയ്ക്കുണ്ടാവും. ഇതിലും കുറച്ച് പർപ്പിൾ ബെറി ഡ്രാഗൺ തന്നെയാണ്, അതിൻ്റെ കുഞ്ഞുങ്ങളുണ്ട്. അത് സെറ്റപ്പായാലും നമുക്ക് അടുത്ത പ്രൈസ് നമുക്ക് സെയിലിന് റെഡിയാവും. അതിന് ആവാനായിട്ടുള്ള കുറച്ച് ടൈം ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഇതിൻ്റെ വെള്ളം ഒന്ന് മാറ്റിക്കഴിഞ്ഞിട്ട് ഇത് ആദ്യം ക്ലീൻ ചെയ്ത് പുതിയ ഫിഷിനെ ഇടുന്നതായിരിക്കും.